നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളത് എനിക്കറിയാം. സപ്പോർട്ട് ചെയ്യാനും ഞാൻ പറയുന്നില്ല. എന്നെ ഉപദ്രവിക്കാതിരിക്കെങ്കിലും ചെയ്തൂടെ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ ഇപ്പം ന്യൂസ് കാണുന്നില്ലേ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം വീണ്ടും ഗുരുവായൂരിന്ന് റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകാരും അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? എൻ്റെ വീഡിയോ വേറൊരു ചാനലുകാരെടുത്ത് പോസ്റ്റ് ചെയ്തതിന് എൻ്റെ പേരിൽ എന്തിനാ കേസ് കൊടുത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, എനിക്ക് മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണുള്ളത്. ഗുരുവായൂർ പരിസരത്ത് നിന്ന് എവിടുന്നെങ്കിലും വീഡിയോഗ്രാഫി അനുവദിക്കാത്തൊരിടത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നപ്പേക്കും അത് ഡൗൺലോഡ് ചെയ്ത് പല പേജുകളിലും പല ചാനലുകളിലും ഇപ്പേക്കും അത് പ്രചരിക്കേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ചാനലുകളിലോ അല്ലെ പേജിലോ നിങ്ങൾ പ്രചരിച്ചത് കണ്ടോ? അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല എന്നും ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും. ഈ മാധ്യമധർമ്മം എന്ന് പറയുന്നത് നമുക്ക് നീതിയും ന്യായവും ഒക്കെ മേടിച്ചു തരുന്നതാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു നിരപരാധിയെ അപരാധിയാക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിനാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു നിരപരാധിയായ എന്നെ അപരാധിയാക്കാൻ ശ്രമിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ഈ ന്യൂസ് കൊടുക്കാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നാരും സഹായിച്ചിട്ടില്ലേലും വേണ്ട, ഉപദ്രവിക്കാതിരിക്കൂ. കണ്ണനെ വരയ്ക്കുന്നത് ഇതിന് മാത്രം പാപമാണെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ചത് എൻ്റെ തെറ്റല്ല. ഈ മുസ്ലിം മതത്തിൽ നിന്ന് കണ്ണനെ ആരാധിക്കുന്നത് അതത്ര വലിയ പാപമാണെന്ന് പറയുകയും ചെയ്യരുത്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുമില്ല, ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അത് ഞാൻ ദേവസ്വക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതോണം ഗുരുവായൂർ സ്റ്റേഷനിലും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. ഏതായാലും ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുക എന്നെ, പ്ലീസ്.